ഹായ്, എല്ലാവർക്കും CocoaTorteൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ പുൾമിയ ഡോൾ കേക്കാണിത്. വളരെ ഈസിയാണ് നമുക്കിത് വീട്ടിലുണ്ടാക്കാനായിട്ട്. മൗൾഡൊന്നും ഇല്ലാണ്ട്, അതായത് ഡോളിൻ്റെ മൗൾഡൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഷീറ്റ്, ഇതിൻ്റെ പേര് OHP ഷീറ്റ് എന്നാണ്. ഇതിങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇത് നമുക്ക് എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇതിങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് കിട്ടും. ഇതിങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നത് മെൽറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. അതൊന്നും വേണമെന്നില്ല, എല്ലാവർക്കും അവനൊരു ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് അഡ്ജസ്റ്റിൽ ചെയ്യാനുള്ള ചോക്ലേറ്റ് സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടെംബ്ലറിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ഹീറ്റ് ചെയ്താൽ വേഗം അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കുറച്ചും കൂടെ ടൈം എടുക്കും ഡാർക്ക് ചോക്ലേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗന്ന് മാറ്റി തണുക്കാൻ വെക്കാം. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോർമൽ വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളത്, അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. ഇത് ഞാൻ 4 ഇഞ്ച് പാനിൽ ബേക്ക് ചെയ്ത കേക്കാണ്. അപ്പം നോർമലി പുൾമിയ കേക്ക്സിന് അധികം ഡയമീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 4 or 5 അതിനപ്പുറത്തേക്ക് വേണ്ട. അപ്പോൾ നമ്മൾ 7 ഇഞ്ചിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ നമുക്ക് ചോക്ലേറ്റ് ഒഴിക്കുമ്പം ഒരുപാട് വലുതാകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ 4 ഇഞ്ചിലായതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ കേക്കിനെ 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു. ടോട്ടൽ 6 ലെയർ ഉണ്ടാവും ഈ കേക്ക്. അത്യാവശ്യത്തിനുള്ള ഹൈറ്റ് വരും. അടുത്തത് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പോവാണ്. ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീറ്റ് ചെയ്ത് നമ്മൾ ആ ബീറ്റർ പോകുന്ന പാട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരം വരുമ്പോൾ നമ്മൾ അതിൻ്റെ സ്പീഡ് പതുക്കെ കൂട്ടുക. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിലേക്ക് ആക്കാം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഞാനത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/2 പോർഷൻ മിൽക്ക് മെയ്ഡും 1/2 പോർഷൻ മിൽക്കും മിക്സ് ചെയ്തെടുത്തതാണ്. മിൽക്ക് മെയ്ഡും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമുക്ക് ഡ്രസ്ലെച്ചസ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്.
അപ്പം അങ്ങനെ നമുക്ക് ഫസ്റ്റ് ലെയർ സോക്ക് ചെയ്തു, ക്രീം അപ്ലൈ ചെയ്തു. ഇതേ പ്രോസസ്സിൽ നമുക്ക് 6 പീസ് വെക്കാം. അങ്ങനെ 6 ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ സ്ട്രോ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇനി നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് ഡോളിൻ്റെ ഷേപ്പാക്കി കൊടുക്കും. ഒരു ചെറിയ സെറോഗ്രേറ്റഡ് നൈഫ് എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് ഡോളിൻ്റെ ഷേപ്പാക്കി കൊണ്ട് വന്നാൽ മതി. ആ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട് ബോട്ടം ഭാഗത്തിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ആ കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ക്രം കോട്ട്, അതായത് ബേസ് കോട്ട് എന്ന് പറയും, വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു 1/2 hour വെക്കാം. അപ്പോഴത്തേക്ക് ആ ക്രീം ഒന്ന് സെറ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ ഔട്ടർ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. സൈഡൊന്ന് സ്ക്രേപ്പ് ചെയ്ത് വിടുകയാണ്. നോർമലി സ്ക്രേപ്പർ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നോർമലി യൂസ് ചെയ്യാത്തൊരു ATM കാർഡ് ആണെങ്കിൽ നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടും. ഞാനിത് ക്രം കോട്ട് ചെയ്തു. ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവാണ്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ആ 1/2 മണിക്കൂർ ടൈം കൊണ്ട് നമുക്ക് അതിനകത്ത് ഡ്രിസിൽ ചെയ്യേണ്ട സിറപ്പ് റെഡിയാക്കാം. നമ്മുടെ മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 2 തുള്ളി പിങ്ക് കളറും 1 തുള്ളി ഗ്രേപ്പ് വൈൻ കളറാണ് ആഡ് ചെയ്യുന്ന. ആ ഒരു ഡാർക്ക് പിങ്ക് ടിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ബേസ് കോട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളർ ആ ഒഴിക്കുന്ന ചോക്ലേറ്റിന് കൊടുത്താൽ അതിങ്ങനെ താഴോട്ട് വരുന്ന കാണുമ്പോൾ ഒരു ഭംഗി വരും. അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് കളർ കൂട്ടി കൊടുക്കുന്നത്. കളറൊക്കെ എല്ലാവരും ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി നമുക്ക് റെഡിയാക്കി വെക്കാം. നോസിലൊന്നും വേണ്ട, ജസ്റ്റ് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി. നമുക്ക് അതിൻ്റെ ആ ഒരു ടിപ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഫ്ലോ ആയിട്ട് താഴോട്ട് വന്നോളൂ. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പം ഞാൻ ആ കേക്കിനെ ഒരു പിങ്ക് കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാൻ അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ OHP ഷീറ്റ് നമ്മൾ ആദ്യം കാണിച്ചെന്നല്ലോ, ആ OHP ഷീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിനൊരു കേർവി ആയിട്ട് നമ്മളിങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അതൊരു കേർവായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പാടോ ഒന്നും ഇല്ലാതെ നമ്മുടെ കേക്കിൻ്റെ ഡോം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നമുക്ക് കാണാൻ അറിയാം ഞാൻ എത്ര ഈസി ആയിട്ടാണ് അത് ചെയ്യുന്നതെന്ന്. ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ആ ഡോളിനെ നമുക്ക് ആ ടോപ്പ് മിഡിൽ പോർഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഇൻസേർട്ട് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ആ ഡോളിൻ്റെ ടോപ്പ് ഡ്രസ്സ് നമുക്ക് ചെറിയ സ്റ്റാർ നോസിലുണ്ടാവും, ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ റൗണ്ട് നോസിലാണെങ്കിലും മതി, ജസ്റ്റ് ഒന്ന് ഡോട്ട് ഡോട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പം ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ടോപ്പ് പോർഷൻ. അത് അവനവന് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്ക് ആ ഷീറ്റ് പതുക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ചോക്ലേറ്റ് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് പതുക്കെ ടിപ്പൊന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങ് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അത് താഴോട്ട് പോകില്ലേ, അത് അങ്ങനെ തന്നെ നിന്നോളൂ. ഡോളിൻ്റെ ബോഡിയിലും കയ്യിലും ഒന്നും ആകാതെ സൈഡിലേക്കോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ചോക്ലേറ്റ് ഫുള്ള് ഞാൻ ഡ്രിസിൽ ചെയ്തു. ഇനി അതിലേക്ക് ഗ്ലിറ്റർ, ഇത് എഡിബിൾ ഗ്ലിറ്ററാണ്. ഗ്ലിറ്റർ ഞാനൊരു റെഡ് കളർ ഗ്ലിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലിറ്റർ വേണമെന്നൊന്നുമില്ല, ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പം ആ ഒന്ന് ഡ്രസ്സ് അങ്ങ് താഴോട്ട് വീഴുമ്പോൾ അതിനൊരു ഗ്ലിറ്ററിങ് ഒരു തിളക്കമൊക്കെ ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. പക്ഷെ ഗ്ലിറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ആ ടൈമിൽ മാത്രം ഇട്ടാറ്റേ കാര്യമുള്ളൂ. നമ്മളല്ലാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ പുള്ളി ചെയ്യണമെന്നെങ്കിൽ അത് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് കട്ട പിടിക്കുന്നുണ്ട്, കാരണം ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്യാനതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഡിലേ ആക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും അത് കട്ടയായിട്ട് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണ് ഗ്ലിറ്റർ ഇടുന്നതെങ്കിൽ അത് അതിൻ്റെ കൂടെ നല്ല ഫ്ലോ ആയിട്ടിങ്ങ് വന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെൻഡിങ് പുൾമിയപ്പ് ഡോൾ കേക്ക്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് പുള്ളി ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് അതിങ്ങനെ താഴോട്ട് വീഴുന്ന കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഗ്ലിറ്റർ കട്ട പിടിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ, കുറച്ച് വെയിറ്റ് ചെയ്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് കട്ട പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് താഴോട്ട് വരും. കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഇത് അവരുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ഭയങ്കര രസമാണ് അതിങ്ങനെ താഴോട്ട് വീഴുന്ന കാണാനായിട്ട്. അപ്പോൾ ഈ ട്രെൻഡിങ് കേക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.
കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.